ആണവശേഷിയുടെ കാര്യത്തിലും 5 വർഷത്തിനുള്ളിൽ ഈ രാജ്യങ്ങൾ തുല്യത കൈവരിക്കാൻ പോവുകയാണ് എന്ന് കൂടി ട്രംപ് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ രംഗത്ത് ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ട്രംപിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതല്ലാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ കൃത്യമായി ഈ ഉദ്യോഗസ്ഥരുടെ മുന്നിലിരുന്ന് ട്രംപിന് ഇത് പറയാൻ കഴിയുന്നത്? അമേരിക്കയുടെ ഈ ഒരു ഭയം അത് തന്നെയാണ് ഇപ്പോൾ പല കാര്യങ്ങളിലേക്ക് എടുത്തുചാട്ടത്തിന് കൂടി മുതിരുന്നത്. ഇപ്പോൾ അടുത്തിടെ റഷ്യയുടെ ഡെഡ് ഹാൻഡ്, അതായത് ആദ്യ ആക്രമണത്തിൽ രാജ്യത്തിൻ്റെ നേതൃത്വം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന എല്ലാ ആണവ വിക്ഷേപണ സംവിധാനത്തെയും പ്രാപ്തമാക്കുന്ന ഒരു സോവിയറ്റ് കണ്ടിജൻസി സിസ്റ്റമാണ് ഡെഡ് ഹാൻഡ് എന്ന് പറയുന്നത്. ഒരു ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് താൻ ഒരു ആണവ അന്തർവാഹിനി വിന്യസിച്ചതായിട്ട് ട്രംപ് വെളിപ്പെടുത്തി. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മാരകമായിട്ടുള്ള ആയുധം എന്നാണ് ഇതിനെ ഈ ഒരു ആണവ അന്തർവാഹിനിയെ ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ അന്തർവാഹിനികൾ പൂർണ്ണമായും കണ്ടെത്താനാകാത്തതാണ് എന്നുകൂടി ഒരു വീരവാദം ട്രംപ് മുഴക്കുകയുണ്ടായി. എന്തായാലും അമേരിക്കയ്ക്ക് ഇത് പ്രാപ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ രംഗത്ത് തന്ത്രപരമായിട്ട് മേൽക്കൈ നേടാനുള്ള നീക്കത്തിലാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.